വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് കാണിച്ചു തരാം. ഞാൻ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്, എനിക്ക് തീരെ ടൈമില്ല, ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്, ഗീ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി കാണിക്കുന്നുണ്ട്, ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് ആദ്യം ഗീ റോസ്റ്റ് ഉണ്ടാക്കാം. ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല തിന്നായിട്ട് ഇങ്ങനെ ആദ്യം പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയ ശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന ആ സമയത്ത് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ്, അപ്പോൾ എനിക്ക് നല്ല നെയ്യ് ഇഷ്ടമാണ്, ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. അപ്പോൾ ഒരു ഗീ റോസ്റ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ തേങ്ങ ആവശ്യം അതിനനുസരിച്ച് തേങ്ങ എടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറിയൊരു പീസ് നീരുള്ളി, ഇതൊന്നും കൂടാൻ പാടില്ല കേട്ടോ. ആവശ്യത്തിന് കപ്പമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുതിനയില, ചെറിയൊരു പീസ് പുളി ആവശ്യത്തിന്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പുളിയൊന്നും കൂടരുത്, ഒരു സാധനം കൂടരുതിട്ട്. മല്ലിയില മാത്രം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗീ റോസ്റ്റിൻ്റെ കൂടെ ചൂടോടെ ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ച് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചേന കൊണ്ടൊരു തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചേന എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അതിലേക്ക്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടരുത് കേട്ടോ, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ചേന ഞാൻ 1 കപ്പ്, ഏകദേശം 1 കപ്പിൻ്റെ അടുത്താണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു പീസ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കുക. നമുക്കൊന്ന് കലം പുരാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായാൽ തേങ്ങാനെണ്ണ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാനെണ്ണ മസ്റ്റാണ് കേട്ടോ, അപ്പോൾ അതാണ് ഈ ഒരു കറിക്കുള്ള ടേസ്റ്റ്. തേങ്ങാനെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചേന ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ആ തേങ്ങ വേവുന്നവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, ഈസിയായ ചേനക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ കറി. അതാ കണ്ടോ, അതാണ് വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത്. വെള്ളം കൂടുതൽ ഒഴിച്ചാലും നമുക്കതിന് ഇത് വെള്ളം വറ്റിക്കാൻ സമയം പോവും. അതാ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റിയായ ചേനക്കറി റെഡിയായി. ചോറ് ഓൾറെഡി വെച്ചതാണ്. ഇനി നമുക്ക് മോര് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാനെണ്ണ നന്നായിട്ട് ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് തൈര് എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മോര് കറിയാണ്. അപ്പോൾ ഏറ്റവും ഈസിയായ വേർഷനാണ് കേട്ടോ ഈ മോര് കറി. കുറേ ടൈപ്പ് നമുക്ക് മോര് കറി ഉണ്ടാക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇത്. തേങ്ങ അരച്ചിട്ടുണ്ടാക്കും, പിന്നെ വെള്ളരിക്ക പിന്നെ കുമ്പളങ്ങൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ജസ്റ്റ് തിള വരുന്ന ആ സമയത്ത് ഓഫ് ചെയ്തെടുക്കാം. പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലഞ്ചിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇക്കൻ്റെ ബ്രദർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഇക്കൻ്റെ ഉമ്മ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഒരു കൊല്ലാവാനായി, സാധനങ്ങളൊക്കെ തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി മീൻസ് പത്തൻ്റെ പൊടി. അപ്പോൾ ഞാൻ എല്ലാം കവറിൽ നിന്ന് എടുത്തിട്ട് ഓരോ ടിന്നിലാക്കി വെക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പുട്ടുപൊടി, ഉണക്കമുളക്, ബീഫൊക്കെ കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇന്ന് ചോറിന് നാടൻ ഊണ് പോലെയാണ്. മോര് കറിയും ഇതൊക്കെയല്ലേ. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ഈ ചിക്കൻ കറി, ബീഫ് കറി കഴിക്കുമ്പോൾ ഒരു മടുപ്പാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മോര് കറിയൊക്കെ കഴിക്കുന്ന നല്ല ഇഷ്ടമാണ്. മോര് കറി, പരിപ്പ് കറി അങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മോര് കറിയും ചേനക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാണ്. തിരിച്ച് റൂമിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. അപ്പോൾ ഡിന്നറിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കല്. അപ്പോൾ ചപ്പാത്തിക്ക് കറി, മോര് കറിയല്ലേ ഉച്ചക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ വേറെ എന്തെങ്കിലും കറി വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ. ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടായാൽ തേങ്ങാനെണ്ണ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് കൊടുക്കുക കേട്ടോ. നീരുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, എല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ. തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 മുട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല മാഷായിട്ട് വന്നാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി, 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി. ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഈ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പൊന്നിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കാം കേട്ടോ. ആവശ്യമുള്ളത്ര ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാവും മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പം. പുഴുങ്ങിയിട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആവല്ലേ. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ഓൾറെഡി നാളത്തേക്കുള്ള ചോറ് അരി തിളപ്പിച്ചിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ റൈസ് കുക്കറിൽ എടുത്ത് വെക്കലാണ് രാവിലെ ഡ്യൂട്ടി ആണെങ്കിൽ. പിന്നെ പിറ്റേന്ന് രാവിലെ തിളപ്പിച്ചിട്ട് ഒന്നുകൂടി ഊറ്റിയെടുക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.